ഇപ്പോൾ കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി കൂടി ചേരുന്നുണ്ട്. ശ്രീ രജിൽ, വളരെ ദുരൂഹത തോന്നുന്നുണ്ട്. സാധാരണക്കാർക്ക് അങ്ങ് വേഗം അങ്ങ് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഒരു ചരിത്രത്തിൽ ആദ്യമായി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കൊടും കുറ്റവാളി ജയിലിൽ ചാടുന്നു, മണിക്കൂറുകൾക്ക് ശേഷം അറിയുന്നു. അങ്ങനത്തെ ഒരു ദുരൂഹത അത് എങ്ങനെ നോക്കി കാണുന്നു? തീർച്ചയായും കേരളത്തിലെ പോലീസ് വകുപ്പിനും ആഭ്യന്തര വകുപ്പും ഇതുപോലെ നാണക്കേടുണ്ടാക്കിയ സംഭവമില്ല. ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ജയിലിൽ നിന്ന് ഒറ്റ കൈയും കൊണ്ട് ജയിൽ ചാടണമെങ്കിൽ അത് അയാൾ ഒറ്റയ്ക്ക് സാധിക്കുന്ന സംഭവമല്ല. ഈ പ്രതിയെ സഹായിക്കുന്ന ഒരു സംവിധാനം ജയിൽ ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ തടവുകാരുൾപ്പെടെയുള്ള സഹായം കിട്ടാതെ ഇയാൾക്ക് ജയിലിൽ ചാടാൻ പറ്റില്ല. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് സംവിധാനം എന്ന് നാട്ടിലെ ജനങ്ങൾ ചോദിക്കുമ്പോൾ നാണക്കേടും മാത്രമേ പറയാൻ പറ്റൂ. ഈ മനസാക്ഷിയുള്ള ഒരാളുകൾക്കും അംഗീകരിക്കാൻ പറ്റിയ പ്രതിയല്ലല്ലോ ഈ പ്രതി. ഒരു പാവപ്പെട്ട സഹോദരിയെ പിച്ചിത്തീന്തി കൊലപ്പെടുത്തിയ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ, ആ ക്രിമിനൽ പോലും സുഖ സൗകര്യത്തോടു കൂടി അവിടെ വാഴുന്നു എന്ന് മാത്രമല്ല കൂളായി ജയിലിൽ ചാടുന്നു. പിന്നെ ആരെ സംരക്ഷിക്കാനാണ്? എന്താണ് ഈ പ്രതികളെ എന്തിനാണ് ജയിലിൽ അയക്കുന്നത്? ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് വെട്ടി വിഴുങ്ങി തിന്നുന്ന ഒരേ ഉദ്യോഗസ്ഥന്മാരല്ലേ അവിടെ? ഇവർക്ക് എന്താ പണി അവിടെ? ഈ ഗോവിന്ദസ്വാമിയുടെ ഏജന്റുമാരായിട്ടാണോ ജയിൽ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത്? ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനോ ഈ നാട്ടുകാരും അതോടെ ഉള്ള പരിശോധനയിൽ ആരോ കണ്ട അടിസ്ഥാനത്തിൽ പിടിച്ചു. ഈ അയാളെ പിടിച്ചില്ല, എന്താ സ്ഥിതി? പിടിച്ചത് ക്രെഡിറ്റ് ആക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇയാൾ ചാടാനുള്ള സാഹചര്യത്തെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അപ്പൊ ഇത്തരത്തിലൊക്കെ ഒറ്റക്കൈയുള്ള പ്രതിക്ക് പോലും ജയിലിന് കൂളായി ചാടണമെങ്കിൽ അവിടെ രാഷ്ട്രീയ തടവുകാരായ ആളുകൾക്ക് കിട്ടുന്ന സൗകര്യത്തെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സംരക്ഷണവും മദ്യവും മദിരാശിയും അതോടൊപ്പം സകലമാന സംവിധാനങ്ങളും സുഖസൗകര്യങ്ങളും ജയിലിൽ ഒരുക്കി കൊടുക്കുന്നില്ലേ? ജയിലെന്ന് പറയുന്നത് അവിടെ സുഖവാസ കേന്ദ്രമാണ്. അവിടെ അതിനുള്ളിൽ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. ജയിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളൊക്കെ തന്നെ വളരെ സുഖലോലുമായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ്? ഇങ്ങനെ എന്തിനാണ് ജയിൽ സംവിധാനം? നടപടി വരും ഉദ്യോഗസ്ഥർക്ക്. പോലീസ് അവിടെ ജയിലിലുള്ള 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യും. ആ നടപടി വന്നു കഴിഞ്ഞു. അത് കൂടുതൽ മറ്റൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇത് സ്വാഭാവികമായ സസ്പെൻഷൻ മാത്രമാണ്. അതിനെ കൊണ്ടൊന്നും കാര്യമില്ല. ഈ പറയുന്ന ഭരണ സംവിധാനത്തിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം അവിടെയുള്ള ജയിലിലെ പ്രതികൾ കിട്ടുന്നുണ്ട്. ഈ രാഷ്ട്രീയ തടവുകാരായി കൊലക്കേസ് പ്രതികൾ കിട്ടുന്ന സംരക്ഷണ സ്വാഭാവിക പ്രതികളും അതിന്റെ ആനുകൂല്യം പറ്റുന്നുണ്ടാവുമല്ലോ. ഇത് ജയിലിനെ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ തകരാറാണ്. ഉദ്യോഗസ്ഥന്മാരെ സംവിധാനം. അവിടെ കഞ്ചാവുണ്ട്, MDMA ഉണ്ട്, സകല മയക്കുമരുന്നുണ്ട്, മദിരാശിയുണ്ട്. അതോടൊപ്പം തന്നെ സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വാർത്തകൾ പുറത്തു വരികയല്ലേ? ജയിലിൽ കിടക്കുന്നത് ഊട്ടി, മണാലി, കുളുവിൽ സുഖവാസ കേന്ദ്രത്തിന് പോകുമ്പോലെയാണ് അവിടെ ജയിലിൽ പോകുന്ന ആളുകളുടെ സുഖ സൗകര്യം. ടൂറിസ്റ്റ് കേന്ദ്രം പോലെയുള്ള എല്ലാ സൗകര്യമുണ്ട്. ഏറ്റവും നല്ല അത്യാധുനിക മൊബൈൽ ഫോണുകൾ, അവിടെ വെച്ച് കൊട്ടേഷൻ പ്രവർത്തനം, അവിടെ വെച്ച് മാഫിയ പ്രവർത്തനം, അവിടെ വെച്ച് ആളുകളെ കൊല്ലാൻ നിർദ്ദേശം കൊടുക്കുക, എന്തൊക്കെ സംവിധാനം ഉണ്ട് അവിടെ. ഇയാളെ പിടികൂടുമ്പോ സാർ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാനാണ്, ഞങ്ങൾ ഉൾപ്പെടെ ആണ് ഈ ഒരു യൂത്ത് സെന്ററിന്റെ ബിൽഡിങ്ങിന്റെ ഉള്ളിലെ കിണറ്റിനുള്ളിലാണ് ഇയാൾ ഊർന്ന് നിൽക്കുന്നത് കാണുന്നത്. രാവിലെ മുതൽ 9 മണി വരെ നാട്ടുകാരെന്നെ നമ്മളൊക്കെ പോലീസിന്റെ കൂടെ പരിശോധന ഉണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടുവന്ന അടിസ്ഥാനത്തിൽ അവസാനം നോക്കുമ്പോഴാണ്, ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് കിണറ്റിനകത്താണ് ഈ പ്രതി ഇങ്ങനെ കയറ് പിടിച്ച് നിൽക്കുന്നത്. സർ, ഈ സ്ഥലത്തുണ്ടെന്ന സൂചന നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് പോലീസ് ഇവിടുത്തെ നാട്ടുകാർ കണ്ട ഇൻഫർമേഷൻ, ഒരു സ്ത്രീയും അതോടൊപ്പം ഒരാൾ ദൃക്സാക്ഷി ഉണ്ടല്ലോ, ഇങ്ങനെ ഒറ്റക്കൈയും കൊണ്ട് പോകുന്ന നാട്ടുകാർ കണ്ടപ്പോഴാണ് പോലീസ് കണ്ടെത്തിയൊന്നല്ല, നാട്ടുകാർ കണ്ടപ്പോഴാണ് അത് മനസ്സിലായത്. അങ്ങനെ നിർബന്ധിതരായി പിടികൂടാൻ. നിർബന്ധിതരായി. ഇപ്പൊ പിടിച്ചപ്പോ ക്രെഡിറ്റ് ഗോവിന്ദസ്വാമിയെ പിടിച്ചു എന്നല്ല വലിയ ക്രെഡിറ്റ് ആയിരിക്കും. ജയിൽ ചാടാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്ത് ഇവരല്ലേ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തുടർ നടപടികളോ പ്രതിഷേധങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഇത് വീഴ്ചക്കെതിരായി ഇത്രയും ഞങ്ങള് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ നിരന്തരമായി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ജയിലിൽ കൊടുക്കുന്ന സൗകര്യങ്ങളെ കുറിച്ചും അതിനകത്ത് അനാവശ്യമായ അവർക്ക് ഇടപെടലുകളെ കുറിച്ചൊക്കെ ഞങ്ങൾ നിരന്തരം പറയുന്ന കാര്യമാണ്. മാധ്യമങ്ങൾ തന്നെ എത്രയോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരോള് ഇഷ്ടം പോലെ കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ സംവിധാനങ്ങളില്ല. അപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിൽ പിണറായി വിജയന്റെ നാണവും മാനവും ഉൾപ്പെടെ രാജിവെക്കുന്ന നല്ലത്. ആഭ്യന്തരമന്ത്രിയായിട്ടും തൊടേണ്ട കാര്യമില്ല. കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച ഒരു കൊലക്കേസ് പ്രതിയെ പോലും അവിടെ ജയിലിനകത്ത് നിന്ന് പൂട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ്? എന്തിനാണ് ഒരു ആഭ്യന്തര വകുപ്പിനെ വാഴ വെച്ചാ പോരെ?
സർ, ഇതിന്റെ പിന്നിലെ ഈ ദുരൂഹത എന്ന് പറയുന്ന പലരും, ഈ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പലരും പോസ്റ്റ് ഇട്ടിട്ടുള്ളത് വലുതെന്തോ മറയ്ക്കാനാണ് എന്നൊരു പോസ്റ്റ് വരുന്നുണ്ട്. അത് എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ, എന്തെങ്കിലും സൂചനകളുണ്ടോ അതിനെക്കുറിച്ച്? തീർച്ചയായും ജയിലിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും ആൾക്കാർ നമുക്ക് അറിയില്ലല്ലോ. പല സൗകര്യം പുറത്ത് ചെറിയ ചെറിയ വാർത്തകൾ മാത്രം പുറത്തു വരുന്നത്. അവിടെയുള്ള പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടെ പല കാര്യങ്ങളും ജയിലിനകത്ത് ഞാൻ പറഞ്ഞ സുഖവാസ കേന്ദ്രം പോലെ, ഊട്ടിയോ മണാലിയോ കുളുവോ പോലെ തടവുകാർക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കുന്ന സുഖവാസ കേന്ദ്രമാണ് അവിടെ പ്രതികൾ എന്ന് പറയുന്നത് അവിടെ രാജാക്കന്മാരും ജയിൽ ജീവനക്കാർ എന്ന് പറയുന്നത് ഭൃത്യന്മാരുമാണ്. ഈ ജയിൽ പുള്ളികളായ ക്രിമിനലുകളാണ് ജയിൽ ഭരിക്കുന്നത്. അത്യാധുനിക സൗകര്യമുള്ള മൊബൈൽ ഫോണുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. കൊട്ടേഷൻ പ്രവർത്തനം ജയിലിൽ വെച്ച് നടക്കുന്നുണ്ട്. അതൊന്ന് പരിശോധിക്കേണ്ട സംവിധാനം. പാർട്ടിയുടെയും ഭരണത്തിന്റെയും സൗകര്യം അവിടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ സൗകര്യത്തിന്റെ ഒരു ഭാഗമായിരിക്കും ഈ ഗോവിന്ദസ്വാമിക്ക് കിട്ടിയിട്ടുണ്ടാവുക. തീർച്ചയായും സർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.